അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം ഊർമിള ചേച്ചിയുടെ സ്വർഗം. ഇവിടെ വാളൊക്കെ ഉണ്ട്. ഇതെടുക്കാൻ പറ്റും. അത്യാവശ്യം മഴക്കുണ്ടാവുമ്പോൾ എപ്പോ ആവശ്യം വിചാരിച്ചു. ഞങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു. ഉണ്ണിച്ചേട്ടൻ എനിക്ക് 18 വയസ്സ്, ഉണ്ണിയേട്ടന് 28 വയസ്സ്. ഞങ്ങൾ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. വെക്കുന്നിടത്തും ചായ കുടിച്ചാൽ കപ്പ് വെച്ചാൽ ഉണ്ണിയേട്ടനെ ഞാൻ ചീത്ത പറയും. എന്തിനാ അവിടെ കപ്പ് വെച്ചാൽ അവിടെ ഗണപതി ഇരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയും ഇനി എവിടെ സ്ഥലം. ചേച്ചി ശരിക്കും ഈ വരയ്ക്കുന്നതൊക്കെ എവിടെ നിന്നിട്ടാ? എന്റെ ബെഡ്റൂമിൽ നിലത്തിരുന്ന് തന്നെ വരയൊക്കെ. പക്ഷെ ഇപ്പൊ വരയ്ക്കലേ ഇല്ല കേട്ടോ. സത്യം പറയാൻ ആരും തെറ്റിദ്ധരിക്കുക, ഞാൻ ഒന്നും വരയ്ക്കാറില്ല. ചലച്ചിത്ര പ്രതിഭയൊക്കെ കിട്ടുമ്പോ വയസ്സിയായി എന്നർത്ഥം. മോഹൻലാലിനും സ്വന്തം പേരിൽ പെർഫ്യൂം ഇല്ല, ഊർമിള ഉണ്ണിക്ക് മാത്രമേ ഉള്ളൂ. ഈ വീടിന്റെ നമ്പർ 33. അപ്പൊ 33 എന്നുള്ള 2 ഓമിട്ട്. ഓ അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. ഇത്രയും നേരം കണ്ടതില് അകത്തേക്ക് കേറിയുള്ളൂ. മണിച്ചിത്രത്താഴില് നമ്മൾ അവിടെ ഒന്ന് പോയിട്ട് വന്ന പോലെ ഉണ്ട്. ആ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഇതാണ് ഊർമിള ചേച്ചിയുടെ ലോകം. ഹലോ, എല്ലാവർക്കും മൂവി വേൾഡിൻ്റെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതയായ ആക്ടർ, ആർട്ടിസ്റ്റ്, റൈറ്റർ, ഓൺട്രപ്രണർ, ഡാൻസർ, അങ്ങനെ എല്ലാമായ നമ്മുടെ സ്വന്തം ഊർമിള ഉണ്ണിയുടെ വീട്ടിലാണ്. ഊർമിള ചേച്ചി അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടും. നമുക്ക് കാണാം. ഊർമിള ചേച്ചി, ഹലോ. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം എന്താ, 49 കേരള ക്രിട്ടിക് ഫിലിം അവാർഡില് ചലച്ചിത്ര പ്രതിഭ അവാർഡ് കിട്ടിയിരിക്കുകയാണല്ലേ. എനിക്കറിയാം ഒരുപാട്. ചലച്ചിത്ര പ്രതിഭയൊക്കെ കിട്ടുമ്പോ വയസ്സിയായി എന്നർത്ഥം. അവസാനം കിട്ടുന്ന അവാർഡുകൾ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ചേച്ചി. ചേച്ചി, ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ ഈ ഒരു സറൗണ്ടിങ്സ് ആണ് നോക്കിയത്. എന്ത് രസമാണ് കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നല്ല സ്ഥലമാണ്. അതെ. ഇത് എത്ര വർഷമായി നമ്മൾ എടുത്തിട്ട്? ഞാൻ 25 വർഷമായി വീട് വാങ്ങി. 25 വർഷം അല്ലേ? 25 വർഷം എന്ന് പറയുമ്പോൾ എത്രയോ പണ്ടാണ്. അപ്പൊ പണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. നല്ല ഭംഗിയാണ്. അന്നും ഇന്നും കാണാം. മോളിപ്പോ നമുക്ക് വീട്ടിലേക്ക്. ഓക്കെ. ഇവിടെ ഈ ചെടികളൊക്കെ പണ്ട് തൊട്ടേ ഇതുപോലെ തന്നെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആദ്യമില്ല, പിന്നെ നല്ലപോലെ ചെടികളെല്ലാരും വെച്ച് പിടിപ്പിച്ച് തുടങ്ങി. ചെടിയൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം ഊർമിള ചേച്ചിയുടെ സ്വർഗം. ഇത് കാണുമ്പോ തന്നെ എന്തൊക്കെയോ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു വീട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നമുക്ക് കുറച്ചുകൂടി വെയിലത്ത് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം. ഭയങ്കര രസമുള്ള ഒരു സ്ഥലം, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോ തന്നെ ഒരു സമാധാനം തോന്നുന്നല്ലേ? ഭയങ്കര സമാധാനം. അതെ. ചേച്ചി, ഈ ഒരു വീട് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എന്താ സംശയം, ആരായാലും സെലക്ട് ചെയ്യില്ല. ഇങ്ങനെ ഒരു വീട് കണ്ടാൽ, ഇത്ര മനോഹരമായ ഒരു സ്ഥലം കണ്ടാൽ ആരായാലും സെലക്ട് ചെയ്യും. അതെ, അത്ര ഭംഗിയല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്തായാലും പ്രേക്ഷകരെയും കാണിച്ചു കൊടുക്കാം. കാരണം നമ്മൾ മാത്രം ഇങ്ങനെ വണ്ടർ അടിച്ചിരുന്നാൽ പോരല്ലോ, അവരോട് കാണണം. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, വരുമ്പോ തന്നെ നമുക്ക് വേറൊരു വേൾഡ് പോലെ ഫീൽ ചെയ്യുന്നേ. നമ്മളൊരു സാധാരണ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലത്തെ ഒരു ഫീൽ അല്ല. കാരണം ഒരുപാട് ആർട്ട് വർക്ക്, നമുക്കറിയാം ഊർമിള ചേച്ചി ഭയങ്കരമായിട്ട് ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും ഒരു ആർട്ട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മൊത്തം ചിത്രകലയാണ്. ഞാനിവിടെ ചുമ്മാ ഒന്ന് വന്നപ്പോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. ഇതാണോ നമ്മളുടെ ബെല്ല്? നല്ല സൗണ്ട് ഒക്കെ കേൾക്കാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോഴേ നല്ല സൗണ്ട് ഒക്കെ കേൾക്കാം. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണോ ചേച്ചി? അല്ല, പിന്നീട് കിട്ടിയതാണല്ലേ. അപ്പൊ ഈ ഒരു തൂണാണെങ്കിൽ ഇവിടെ ഒക്കെ ഭയങ്കര ആർട്ട് വർക്ക് ചെയ്താണ്. എല്ലായിടത്തും ഒരു ഗണപതി ഉണ്ടാവും. ഇവിടെ കണ്ടോ? അതെ, ഗണപതി ചേച്ചിക്കും ഗണപതി ഉണ്ട്. എല്ലായിടത്തും ഗണപതി ഉണ്ടാവും. ഗണപതി ഭക്തയാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും അല്ലേ, എല്ലായിടത്തും ഗണപതി ഉണ്ടാവും. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഇവിടെ ഫുൾ ഗാർഡൻ. ചേച്ചി, ഗാർഡനർ വന്നിട്ടില്ല, അത് കാരണം മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഇതാണോ കാട് പിടിച്ചെടുക്കുക? ഇത്രയും നീറ്റ് ആയിട്ട് ഇരുന്നിട്ട് കാട് പിടിച്ചെടുക്കുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി. തുളസി കാട്. ഇവിടെ എല്ലായിടത്തും മൊത്തത്തില് പൂക്കള് വെച്ചിട്ടുണ്ട്. മൊത്തത്തില് ഈ തുളസിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് നമ്മളെപ്പോഴും പറയും തുളസി എന്ന് പറഞ്ഞാൽ കൃഷ്ണ തുളസിയാണ്, രാമതുളസിയാണെന്ന്. അത് രണ്ടുമല്ല. ഇത് സർപ്പ തുളസി എന്ന് പറഞ്ഞൊരു സാധനം. ഭയങ്കര സ്ട്രോങ് ആ. വയലിടുമ്പോ തന്നെ അറിയാം. വിക്സ് ഒക്കെ വയലിടുന്ന പോലെ ഇരിക്കും, മരുന്ന് പോലെയാ. ആണോ? ഞാൻ വളരെ സ്ട്രോങ് ആ, കഴിക്കും.
അത് ചവയ്ക്കുമ്പോഴേ അറിയുള്ളൂ, ഭയങ്കര കയ്പാ, ഓക്കേ. മരുന്ന് പോലെ. പക്ഷെ ഇതൊക്കെ വെട്ടാറായി, ഒരു കുഞ്ഞു ചട്ടിയാ, ശരിയാണ് കേട്ടോ. അടിക്കുമ്പോ അങ്ങ് അതെ, ഇതാണ് കറുപ്പ്, ഇതാണ് സർപ്പ തുളസി. സർപ്പ തുളസി എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. ഈ മൊസാൻഡറുകളൊക്കെ എല്ലാം 4 നിറങ്ങളും ഉണ്ട്. കോളാമ്പി പൂക്കൾ മുഴുവൻ വന്ന കാലം തൊട്ട് മഞ്ഞയാണ്. ഓ ആണല്ലേ. ഇപ്പൊ ഇവിടേക്ക് വന്നാലും കൊറേ പൂക്കളുണ്ട് കേട്ടോ. മൊത്തം ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വേറെ ഒന്ന് പ്രത്യേകത ഉള്ളത് ഇതുണ്ടല്ലോ, ഇത് എന്താണ്, പക്ഷികൾ വരാൻ വേണ്ടിയിട്ട് ഫീഡ് ഇട്ട് കൊടുത്തിരിക്കുക. തൊട്ടാൽ അധികം വരില്ല, അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തിരിക്കുക. നിറച്ച് കിളി വരും, നല്ല ഭംഗിയാ കാണാൻ. രാവിലെ എപ്പോഴും വരും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കിളി വന്നിരിക്കുന്ന ഒരു അവരുടെ കിളികളുടെ വീടാണ്. എനിക്ക് തോന്നുന്നത് രാവിലെ ഭയങ്കര സൗണ്ട്, നല്ലൊരു രസമുള്ള ഒരു കിളി ഊഞ്ഞാല് ഒക്കെ. അതെ. ഓ ദേ ഇവിടെ ഒരു അതെന്താ കിളി ഊഞ്ഞാല? കിളി ഊഞ്ഞാല, അതിൽ കിളി വന്ന് ഊഞ്ഞാലാടും. ഇവിടെയാണെങ്കിൽ ഇവിടെ ദേ ഒരു റൗണ്ട് മുഴുവൻ പൂക്കളാണ്, അതും കളർഫുൾ. ഈ ഗണപതിയും ഈ വെള്ളവും കൊടുത്തിരിക്കുന്നത് കിളികൾക്ക് കുളിക്കാനും വെള്ളം കുടിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കേ. ഓ അത് ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് ഫുഡും അവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ കിളികളെയൊക്കെ? ഭയങ്കര ഇഷ്ടമാണ്, വലിയ വീക്ക്നെസ് ആണ് എനിക്ക് കിളി. വീക്ക്നെസ് ആണ്. അതുപോലെ അവിടെ നമ്മള് ഗണപതിനെ വെച്ചിട്ടുണ്ട്. ഗണപതി വെച്ചു. അകത്ത് പോവാം, വെയിലാ. അകത്ത് പോവാം, അകത്ത് പോവാം. വരച്ചുണ്ടാവും, പടം വരച്ച മദ്യക്കുപ്പികൾ. ചേച്ചി നന്നായിട്ട് ചിത്രം വരയ്ക്കും. ചേച്ചി വരച്ചതാണോ? ഇത് ഉത്തര വരച്ചതാ. ഉത്തര വരച്ചതാണ്. ഓക്കെ. ഉത്തരയുടെ കുട്ടിയുടെ ആയിരിക്കുമല്ലോ അല്ലേ? ആണ്. അപ്പൊ ഇവിടെ ആണെങ്കിലും ഒരുപാട്. ഇതെന്താ ചേച്ചി? ഇതൊരു മരപ്പൊത്തിനകത്ത് എടുക്കണ്ട മോളെ, വല്ലതും കടിക്കും. ഇല്ല കടന്നല്ലോ എന്തോ ഉണ്ടോ. ഇത് ഇതൊക്കെ പുറത്ത് ചെടിയുടെ കൂടെ ഇരിക്കുമ്പോഴേ ചിലപ്പോ ഈ ഇത് വേട്ടാളനും കടന്നലും ഒക്കെ വന്നിരിക്കും. അതെ. അതെന്താ നമ്മള് ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഒന്നുമില്ല, അതെനിക്കൊരു ആർട്ട് ഇഷ്ടമായി കണ്ടപ്പോ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഒരു ആനയുടെ പുറകുവശം. അതെ, ആനയുടെ പുറകുവശം വാലും ഒക്കെ അകത്തേക്ക് കയറി പോകുന്നത്, അകത്തേക്ക് കയറി പോകുന്നതിന്റെ ഒരു സംഭവമാണ്. അതുപോലെ വേറൊന്നും ശ്രദ്ധിച്ചിരുന്നു, ആ ഗേറ്റിന്റെ അവിടെ 2 ഓം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ നമ്പർ 33. അപ്പൊ 33 എന്നുള്ള 2 ഓം ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ അടിപൊളി. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ തൊട്ട് എല്ലാം ഒരു മാജിക് ആണ്. ഒരു പ്രത്യേകത, എല്ലാത്തിനും ഒരു പ്രത്യേകത. ഏതൊരു നമ്മള് പോലും ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത അത്രയും രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. വെരി നൈസ്. ഇനി നമുക്കൊന്ന് അകത്തേക്ക് പോവാം. ഇപ്പൊ ഇവിടെ വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാളാണ് ചേച്ചി. ഇതില് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വരയ്ക്കുന്ന എന്റെ ഒരു നമ്മുടെ സാരിയിലൊക്കെ വരയ്ക്കുന്ന ആൾ തന്നെയാണ് വരച്ചത്. അതെ, ചേച്ചി പിന്നെ ഒരു സാരി ഫാൻ ആണെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് സെറ്റ് സാരിയിൽ ഒരുപാട് ഏറ്റവും വലിയ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത്, കേരള സാരിയില് മ്യൂറൽ ചിത്രകല ആദ്യമായിട്ട് ഇറക്കിയത് ഫോർമുല ചേച്ചിയാണ്. അതെ അതെ, എനിക്ക് അത് പറഞ്ഞേ പറ്റൂ. എല്ലാരും കുറെ പേര് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, അത് പണ്ടേ അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ആ ആർട്ട് അത്രയും ഇഷ്ടമായതുകൊണ്ട് അത് ചേച്ചിയുടെ തലയിൽ ഉദിച്ചതാണ്. അതെ, അത് ആക്ച്വലി അടിപൊളി. അതിപ്പോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അതിലൊരു സന്തോഷമല്ലേ? ഒരുപാട് പേര് കോപ്പി ചെയ്ത് പോയി ചെയ്യുന്നുണ്ട്. പിന്നെ അത് പ്രിന്റ് ഇറങ്ങി, ഇപ്പൊ ഗുരുവായൂരൊക്കെ പോയ എല്ലാ കടകളിലും ഉണ്ട്. അതെ, മ്യൂറൽ അങ്ങനെ കോമൺ ആക്കിയ ആള് ഞാനാ. അതെ, ചേച്ചിയാണ് തുടക്കം ഇട്ടതും ചേച്ചിയാണ്, കോമൺ ആക്കിയതും ചേച്ചിയാണ്. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു തീം എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? അത് കൃഷ്ണനും ഗോപികമാരും മാരും നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ വരുമ്പോ തന്നെ ഞാൻ അതാ പറഞ്ഞ, നമ്മൾ വേറൊരു വേൾഡിലേക്ക് വന്ന പോലെ തോന്നാണെന്നുള്ളത്. കാരണം ഫുൾ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരു സാധാ ഒരു വാള് പോലെയല്ല. അപ്പൊ നമുക്ക് ഈ ഗണപതിയും പ്രത്യേകതയുള്ളതാ മോളുമാർ. ഞാനിത് വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ഒരുപാട് നാളായോ ചേച്ചി? പിന്നെ ഈ വീട് വാങ്ങിച്ചപ്പോ തന്നെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഗിഫ്റ്റ് തന്നതാണ്. അയാൾ ഉണ്ടാക്കുന്നതാണ്, ചുട്ടിട്ട് ഇഷ്ടികയൊക്കെ ചുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതിലൊരാളാണ്. അയാൾ തന്നതാണ്, ഗിഫ്റ്റ് തന്ന. അതുപോലെ ഞാൻ വേറൊരു വിളക്കൂടി ഞാൻ ഇതൊന്ന് കണ്ടായിരുന്നു. അത് ഭസ്മക്കുടുക്കാന്ന് പറയും. ഭസ്മക്കുടുക്ക പണ്ടിങ്ങനെ ഈ കുളങ്ങളിലൊക്കെ കോവിലങ്ങളിലൊക്കെ കുളം ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ ഒരു സാധനം. ഇത് ഗരുഡനാണ്, കണ്ടോ? ഗരുഡനാണ്. എന്നിട്ട് ഇതിനകത്ത് ഭസ്മം ഇട്ട് വെക്കുക. അപ്പൊ നമ്മള് കുളത്തിൽ നിന്ന് കേറി പോകുമ്പോ ഇങ്ങനെ ആക്കിയിട്ട് ഭസ്മം തൊടും. കുളത്തിൽ നിന്ന് കയറുമ്പോ നമ്മള് ശിവന് ഭസ്മം തൊട്ടിട്ടേ
ദിവസം തുടങ്ങാവൂ. നമ്മള് തുടങ്ങാവുള്ളൂ. സന്ധ്യയൊക്കെ ആയാലും അതെ. അപ്പൊ കാലൻ വരില്ല അത്ര. നമ്മള് മരണം വരാത്തതിന് വേണ്ടിട്ട്, വരാതിരിക്കാൻ ഉണ്ടല്ലേ ഭസ്മം ദേഹത്ത് തൊടുന്നത്. ശിവന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ എല്ലാ ഒരു മുക്കിലും മൂലയിലും ഓരോ കഥകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കൊന്ന് അകത്തേക്ക് കയറാം. അപ്പൊ ഇതാണ് നമ്മൾ അകത്തേക്ക് കേറുമ്പോ ഉള്ള വിഷ്വല്. പക്ഷെ ഇവിടെ നമ്മള് വരുമ്പോ തന്നെ ഗണപതികളുണ്ട്. അതെ, ഇവിടെ ഒരു ചിത്രവും ഉണ്ട് കേട്ടോ, ഒരു പിക്ചറും ഉണ്ട്. അത് കേറി വരുമ്പോ തന്നെ വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട ചുമരില്ല. ഇനി 2 ചുമര് വാങ്ങിച്ചാലേ ബാക്കി നമുക്കിനി ബാക്കി വെക്കാൻ പറ്റും. ഞാൻ ഗണപതികളെ എല്ലാം സൂര്യകാലടി മനയിലേക്ക് കൊടുത്തു. കാരണം എനിക്ക് വെക്കാൻ സ്ഥലമില്ല. ഈ ചെറിയ വീട്ടിൽ എത്ര വെക്കാൻ പറ്റും? വെക്കുന്നിടത്തും ചായ കുടിച്ചാൽ കപ്പ് വെച്ചാൽ ഉണ്ണിയേട്ടനെ ഞാൻ ചീത്ത പറയും. എന്തിനാ അവിടെ കപ്പ് വെച്ചാൽ അവിടെ ഗണപതി ഇരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയും, ഇനി എവിടെ സ്ഥലം, കപ്പ് വെക്കാൻ സ്ഥലം ഇല്ലാത്ത പോലെ. അപ്പൊ ഞാൻ ഗണപതികളെ അങ്ങനെ 500 എണ്ണം ഉണ്ടാവും മറ്റേ സൂര്യകാലടിയിലേക്ക് കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. ഇത്രയും നേരം കണ്ടതില് അകത്തേക്ക് കയറിയുള്ളൂ, അപ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. എന്ന് വെച്ചാൽ ഒരു റോയൽ ലുക്ക്, നമ്മള് പണ്ടത്തെ കാലത്തേക്ക് പോകുന്ന പോലെ. എനിക്ക് ഈ മോഡേൺ സോഫയും ഇതൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ ചൈനയുടെ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ആയിട്ട്, നല്ല പിങ്കും ഗ്രീനും നല്ല ഷെയ്ഡ്സ് വരും. കാണാനൊക്കെ നല്ലത്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ക്ലാസിക്കൽ, അതെ, ഒരു പണ്ടത്തെ ട്രഡീഷണൽ ലുക്കാണ്. കൃഷ്ണനെ നോക്കിയത് ഞാൻ വരച്ചത് തന്നെയാണ്. ഓക്കെ, കൊല്ലമായി, കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്. കൊറേ വർഷമായെന്ന് പറഞ്ഞാലും എത്ര വർഷമായിട്ടുണ്ടാവും ചേച്ചി? 15 വർഷമായിട്ടുള്ള കൃഷ്ണനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് 15 വർഷം പോയിട്ട് 2 മാസം കഴിഞ്ഞു പോലും തോന്നില്ല. അത്രയും അതെ, പക്ഷെ അത് അത്രയും നന്നായിട്ട് വാങ്ങിച്ച ഒരു വെള്ള കൃഷ്ണനായിരുന്നേ. വെള്ള നിറത്തിൽ ഇങ്ങനെ നമ്മള് മണ്ണിന്റെ ഒക്കെ വെക്കുന്നിടത്തൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വെള്ള കൃഷ്ണനായിരുന്നു. അതിനെ കൊണ്ടുവന്ന് ചുരണ്ടി കൈ കളഞ്ഞ് മുഴുവനും കളഞ്ഞു. എന്നിട്ട് അതിനെ പച്ചയടിച്ച് മരതക വണ്ണനാക്കി മാറ്റി. ഓ, അപ്പൊ ഈ മ്യൂറല് കൊടുത്തു. 2 ചെവിയില് പൂവൊക്കെ കൊടുത്തു. മറ്റേ ഇതില് കമ്മല് വരെ കൊടുത്തിട്ടുണ്ട്. കമ്മല് മുടിയോ? അതിന് മുടിയുണ്ട്, കൊറേ തൊട്ട് നോക്ക് മുടി വരും. ശരിക്കുള്ള എന്റെ മുടിയാണോ സംശയമുണ്ട്. വെച്ചുകൊടുത്തിരിക്കണം. മുറിച്ചപ്പോഴത്തെ മുറിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും മുടിയാണ് കേട്ടോ, ഒറിജിനൽ ആയിട്ട് മുടിയും വെച്ചിട്ട്. മുടി ഇത്രയുണ്ട്, ഇത്രയും കൃഷ്ണന് മുടിയുണ്ട്. ഇതിലെ ഏറ്റവും വേറൊരു പ്രത്യേകത ഇതിന്റെ ഒരു കളർ തീമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കളറാണ് അല്ലേ? മുമ്പ് ഈ കുഷൻ എല്ലാം ബ്ലാക്ക് ആയിരുന്നേ, ഫുൾ ബ്ലാക്ക് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്ന ഒരു കൊല്ലായിട്ടുള്ളൂ മാറ്റി റെഡ് ആക്കി, മടുത്തിട്ട് ബ്ലാക്ക് മടുത്തു. ഇപ്പൊ ഇതിലാണെങ്കിൽ ഈ കളറൊക്കെ വരുന്നോണ്ടാണ് നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നുന്നേ. അതെ, ഇവിടെ ഇരിക്കാൻ ഇഷ്ടമാണോ ചേച്ചിക്ക്? വരുമ്പോ നമ്മളെപ്പോഴും ഇവിടെയാണ് ഇരുത്താ. കുഷീൻസ് ഒക്കെ ഒരു പ്രത്യേക തരം ഒരു ഫീലാണ് കേട്ടോ ശരിക്കും. ഇത് ചേച്ചി ഡിസൈൻ ചെയ്യുന്നതാണോ? അല്ല, ഇത് മറ്റേ ഈ ഗുജറാത്തിന്റെ ഒക്കെ എക്സിബിഷൻസ് വരും. അപ്പൊ പോയി വാങ്ങിയതാ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കണ്ടപ്പോ വലിയ ഇഷ്ടമായി. ഇവിടെ വാളൊക്കെ ഉണ്ട്, ഇതെടുക്കാൻ പറ്റും. അത്യാവശ്യം മഴക്കൊണ്ടാവുമ്പോൾ എപ്പൊ ആവശ്യം വിചാരിച്ചത് 2 വാളുണ്ടോ കേട്ടോ, ഏത് വേണേലും എടുക്കാം നമുക്കിന്ന്. ശരിക്കുള്ള വാളാണ്, ഊരാൻ പറ്റും, ഉറയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. വെയിറ്റാ വേണ്ടല്ലേ, വലിയ വെയിറ്റാ, അത് വലിയ പാടാ. പെട്ടെന്ന് എടുത്ത് കുത്തണ്ട, പരസ്പരം എന്ന് വെച്ചാണ് നമ്മൾ. ഇതവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, അത് മനസ്സിലായി. പെട്ടെന്ന് വഴക്ക് കൂടുമ്പോ എന്താ ഇരിക്കട്ടെ, അതെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് 2 വാളുണ്ട്. ഇപ്പൊ ഇതിന്റെ മോളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെയും നമുക്ക് ആ വോളിൽ അങ്ങനെ തഞ്ചാവൂരൊക്കെ പോയപ്പോ അവിടുന്ന് വാങ്ങിക്കുന്നത് ആണല്ലേ. ഓക്കെ, കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മോളിലാണെങ്കിലും ഡിസൈൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ, വെരി നൈസ്. അത് മുഴുവൻ ഗണപതിയും അവിടുത്തെ മുഴുവനും ദശാവതാരവും. ഓ, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനി ഞാൻ ഏറ്റവും എക്സൈറ്റഡ്, എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ തന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ്. ഇതിൽ കേറുന്നതിന് മുമ്പ് ഇവിടെ തന്നെ ഒരു കീ ചെയിൻ ഉണ്ട്, അതും നമ്മൾ ചിലങ്കയാണ് വെച്ചിരിക്കുന്നത് അല്ലേ? അതെന്താ ഡാൻസിനോടുള്ള? അയ്യോ, നൃത്തത്തിന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എല്ലാം. ഇനി നമുക്കൊന്ന് അകത്തേക്ക് പോവാം അല്ലേ?
അപ്പൊ ഇതാണ് ഊർമിള ചേച്ചിയുടെ ലോകം അല്ലേ? ഇതാണ് ലോകം. കേറി വരുമ്പോ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ഫോട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ പഴയ കാലത്തിലേക്ക് തന്നെ പോകുന്നു തോന്നുന്നത്. അതുകൊണ്ടാണ് ചേച്ചി ആ ഫോട്ടോ വെച്ചത്. അങ്ങനല്ല, അത് വെറുതെ അങ്ങനെ വേഷം കെട്ടി എടുത്തതാ ഫോട്ടോ. അതെ, അങ്ങനെ ഒരു ഫോട്ടോ വേണം തോന്നിയിട്ട് ഞാൻ ഉത്തരെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോയാ അത്. അന്ന് ഉത്തരയ്ക്ക് 5-6 വയസ്സേ ഉള്ളൂ തോന്നുന്നു, കുഞ്ഞു കുട്ടിയായിരുന്നു. മൊബൈലിലോട്ട് എടുത്ത ഫോട്ടോ ആണ്, എന്നിട്ട് അത് വരപ്പിച്ചതാ. പക്ഷെ ആൾ അത്രയും ചെറിയ പ്രായത്തിൽ എടുത്ത ഫോട്ടോ ആണ് അത്. എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഫോട്ടോസിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് ആക്ച്വലി. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം തന്നെ വരുമ്പോ തന്നെ. പിന്നെ ഈ ഒരു ബെഡ് ആണെങ്കിൽ നമ്മൾ ഫുൾ വൈറ്റ് ആണ്, ഇവിടെ ഫുൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടം. ഒരു ശാന്തതയല്ലേ, ഭയങ്കര. നമ്മൾ എവിടെയും യാത്രകളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ വീട്ടിൽ വരുമ്പോ ഹാവു എന്റെ മുറി എന്ന് പറയുമ്പോ വെളുത്ത് കാണുമ്പോ എന്തൊരു സമാധാനം. അതെ അതെ. ഇനി ഒരു കളർ തീമും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് എല്ലാം ഉള്ള ഒരു സ്പേസ് ഇതാണ്. പെർഫ്യൂം എനിക്ക് തോന്നുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർഫ്യൂമിന്റെ ഒരു ഷോപ്പിൽ വന്ന ഒരു ഫീലാണ്. ചെറിയ കടയുണ്ട്, ഒരു ചെറിയ കടയുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെച്ചാൽ അതിന്റെ ഉള്ളിലും എല്ലായിടത്തും ഒരു ട്രഡീഷണൽ ടച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ പെർഫ്യൂംസ് ആണ് ഇഷ്ടം പോലെ ഉള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നാഗവല്ലി, ഊർമിള ഉണ്ണീസ് നാഗവല്ലി എല്ലാവരും വാങ്ങും, ഉപയോഗിക്കും. ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴാണ്. അതേപോലെ നമ്മൾ ഒരു AI വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പോർട്രേ ചെയ്തേന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ AI വീഡിയോസ് എന്ന് പറയുമ്പോഴും അത് നമ്മളൊരു സ്റ്റോറിയാണല്ലോ പറയുന്നത്. ആ ഒരു സ്റ്റോറിയിലും നമ്മള് മറ്റേ മണിച്ചിത്രത്താഴില് നമ്മൾ അവിടെ ഒന്ന് പോയിട്ട് വന്ന പോലെ ഉണ്ട്. ആ ഒരു ഫീൽ ഉണ്ട്. ശരിക്കും AI വീഡിയോയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ആൾക്കാരെയാണ്, നിതേഷിനെയാണ് അതിൽ അഭിനയിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും ആക്ച്വലി ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു റാൻഡം ഒരു AI വീഡിയോ പോലെ അല്ലാതെ, അതിനി തന്നെ കുറെ പേർക്കൊന്നും അറിയില്ല. പക്ഷെ അതിന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഉത്തരേനെയും ഉത്തരയുടെ ഹസ്ബൻഡിനെയാണ് അതിൽ ആക്ച്വലി കാണുന്നത്. അതിന്റെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു ചേച്ചി വന്നത്? അവരല്ലേ എന്റെ ലോകം, അപ്പൊ എനിക്കതല്ലേ ആദ്യം വരുള്ളൂ. ആര് നായിക എന്ന് പറയുമ്പോ എനിക്ക് ആദ്യം മനസ്സിൽ ഉത്തരയല്ലേ ഉണ്ടാവുള്ളൂ. എപ്പോഴും വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ഉടനെ ഉത്തരം ഇങ്ങനെ ഡ്രസ് ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനാണെങ്കിൽ എങ്ങനെ ഇരിക്കും, അപ്പൊ ഉടനെ കഥ അങ്ങനെ ആക്കി. ഓരോ കഥകളും അങ്ങ് മെനയല്ലേ തലയിൽ. രാവിലെ ഇരുന്ന് കഥ ഉണ്ടാക്കലാ ജോലി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇതുപോലെ ഒരു പെർഫ്യൂം ബിസിനസ് ആയിട്ട് ചെയ്യുന്ന വളരെ കുറവാണ് ആളുകളെ. അത് ചേച്ചിയാണ് പറഞ്ഞു കഴിഞ്ഞു. മമ്മൂട്ടിക്കും മോഹൻലാലിനും സ്വന്തം പേരിൽ പെർഫ്യൂം ഇല്ല, ഊർമിള ഉണ്ണിക്ക് മാത്രമേ ഉള്ളൂ. അതെ അതെ, അത്രേ ഉള്ളൂ. ആ ഒരു ക്രെഡിറ്റ് നമുക്കുണ്ടെന്ന്. വേണമെങ്കിൽ തുടങ്ങാം. അതെ, പക്ഷെ അത് തുടങ്ങിയത് നമ്മളാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അതിപ്പോ എനിക്ക് തോന്നുന്നു അതാണ് ആദ്യം ചേച്ചിയായിട്ട് തുടങ്ങി ഇപ്പോ അതിൽ തന്നെ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞാനിപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതും ആക്ടറാണ്, ആർട്ടിസ്റ്റ് ആണ്, റൈറ്റർ ആണ്, ഇപ്പൊ ഒരു ഓൺട്രപ്രണർ കൂടിയാണ്. ഇവിടെ നമ്മൾ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മിസ്സായത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കേറുമ്പോ തന്നെ ചേച്ചി റേഡിയോയിൽ നല്ല പാട്ടുകൾ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലത്തെ പാട്ടുകളല്ല, വളരെ പണ്ടത്തെ കാലത്ത് ഈ ഒരു മുറിയിനോട് ചേർന്ന് നിൽക്കുന്ന കൈൻഡ് ഓഫ് സോങ്സ് ആണ് ചേച്ചി കേൾക്കുന്നത്. അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഈ പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പ്രേം നസീറിന്റെയും ഷീലയും ശാരദയും സത്യനും അല്ലേ, അതിലേക്കാണ് ഇപ്പോൾ. പക്ഷെ എൻ്റെ ടീനേജ് എന്ന് പറഞ്ഞാല് അന്ന് എന്താ പറയുക, സോമനും സുകുമാരനും വിൻസെന്റും പിന്നെ ജയഭാരതി ആ കാലമാണ്. അപ്പൊ അന്നത്തെ സീമയൊക്കെ വന്ന ഉടനെ അതൊക്കെ ഞങ്ങളുടെ ടീനേജാണ്. അക്കാലത്ത് ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഒക്കെയുള്ള പാട്ട്. അപ്പോൾ ആ പാട്ടുകൾ മാത്രം ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്ത്, അതായത് 75 ഒക്കെ തൊട്ട് ഒരു 85 വരെയുള്ള പാട്ടുകളാണ് പെൻ ഡ്രൈവ് ആക്കി. അപ്പൊ ഈ മുറിയിൽ എപ്പോഴും അങ്ങനത്തെ പാട്ടുകളായിരിക്കും. അത് അധികം കേൾക്കാറില്ല, റേഡിയോയിലും വരില്ല അധികം. പഴയതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകും എല്ലാവരും. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞ കാലമാണ്. അതെ, അങ്ങനത്തെ ഒരു ടൈമാണ്. എനിക്ക് തോന്നുന്നു ആ പാട്ടുകളാണ് ചേച്ചി കൂടുതൽ കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം വരും അല്ലേ. ഞങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഈ ഒരു ഫോട്ടോ കാണിച്ചോട്ടെ. ഇവിടെ ഇത് നമുക്ക് എന്തായാലും എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കാം. ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇതില് ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും പഴയ ഫോട്ടോ ആണെന്ന് തോന്നുന്നു അല്ലേ ഉണ്ണിച്ചേട്ടൻ? എനിക്ക് 18 വയസ്സ്.
അതെ. ഉണ്ണിയേട്ടന് 28 വയസ്സ്. ഞങ്ങൾ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. 10 വയസ്സിനോ? നമുക്കൊരു ലവ് സ്റ്റോറിയിലേക്ക് പോയാലോ? അതെ, ആ സ്റ്റോറിയാണ് അന്ന് തുടങ്ങിയത്. അതെങ്ങനെയാ? അപ്പൊ 10 വർഷം ഗ്യാപ്പ് ഉണ്ട്. 10 വർഷം വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങള് ചെറുപ്പത്തിലെ കുടുംബക്കാര് തമ്മിൽ അറിയായിരുന്നു, പരിചയക്കാരായിരുന്നു. അത് അങ്ങനെ അങ്ങ് പ്രേമിച്ചങ്ങ് കല്യാണം കഴിച്ചു. ഇപ്പോഴും ചേച്ചി വളരെ ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതില് ഫാമിലി ഫോട്ടോ, ഒരു ഫോട്ടോയുടെ ഉണ്ട്, നമ്മുടെ ഉത്തര ആൻഡ് ഉത്തരയുടെ ഹസ്ബൻഡ്. എനിക്ക് തോന്നുന്നു ഉത്തരയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും ചേച്ചിക്ക് മകളൊരു ഡാൻസർ ആവണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് തന്നെ ആയപ്പോൾ ഉള്ള ഒരു സന്തോഷം ഭയങ്കരമായിട്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കുട്ടിക്കാലത്ത് ഉത്തരയ്ക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു ഡാൻസ്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് വരികയും നല്ലൊരു നർത്തകിയായിട്ട് പേരെടുക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു ദൈവത്തിനോട് നന്ദി പറയാതെ, നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ അത്, അല്ലേ? അതെ. ഇത് നമ്മളുടെ അച്ഛനും അമ്മയാണ്. ഓക്കെ, നമ്മളെ ചേച്ചിയുടെ അച്ഛനും അമ്മയാണ്. ഇനി എന്നിട്ട് നമ്മൾ ഇങ്ങടേക്ക് വരുമ്പോ ഇവിടെ കുറച്ച് ബുക്സ് കാണാം. ഈ ബുക്സ് ഊർമിള ചേച്ചിയുടെ സ്വന്തം ബുക്സ് ആണ്. എന്ന് വെച്ചാൽ ഊർമിള ചേച്ചി മുകളിലിരിക്കുന്നത് ഗരുഡ പുരാണമാണ്. അത് ഞാനിപ്പോ ഇരുന്നോളൂ, ഞാൻ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം. പക്ഷെ എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ചേച്ചി പുസ്തകങ്ങളാണ്. ചേച്ചി എത്ര ബുക്ക് ചെയ്തിട്ടുണ്ട്? 6 ബുക്കുകളാണ്. ഓക്കെ ഓക്കെ. ഇതാണ് ആദ്യത്തെ പാഞ്ചാലിക. കവിതകളാണ് ഞാൻ ആദ്യം ഇറക്കുന്നത് കേട്ടോ. ചേച്ചി ഇപ്പൊ റൈറ്റ് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്? എഴുതുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് വേറെ ലോകമാണ്. പക്ഷെ ആണല്ലേ? ഇത് എത്ര വർഷം മുമ്പ് ചെയ്തത്? 1994-96 കാലത്താണ് ഇത് ഇറങ്ങുന്നത്. ഈ കവിത എഴുതുമ്പോ ഭയങ്കര ഒരു സന്തോഷം കിട്ടാറുണ്ട്. കവിത തന്നെ ഉണ്ടാവുന്നല്ല, അല്ലാതെ എഴുതാൻ പറ്റില്ലല്ലോ. നമുക്ക് എഴുതണമെന്ന് വിചാരിച്ചാൽ കിട്ടുകയില്ല, ഒന്നും കിട്ടില്ല. പക്ഷെ എപ്പോഴാണ് ഇത് മനസ്സിൽ വരുന്നതെന്ന് അപ്പൊ ചാടിക്കറി പേപ്പർ എടുത്തോളണം, അല്ലെങ്കിൽ എന്റെ മറന്നു പോകും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് അങ്ങനെ ഓർത്ത് എഴുതാൻ പറ്റില്ല. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ എഴുതണം. അതാണ്. ഇത് ഗണപതിയെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ ഇതാക്കിയതാട്ടോ. എന്താ, തർജ്ജമയാണേ. റോയിൻ അഗ്രവാളിന്റെ ഒരു ബുക്കാണ് ഇത്. സിനിമയെ കുറിച്ചുള്ള, സിനിമയുടെ ടെക്നിക്കൽ സൈഡ്സിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. സിനിമയുടെ കഥ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്തിട്ടുള്ള ബുക്സ് ആണ്. ഓക്കെ, നല്ല ഇതുള്ളൂ. ഇത് ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന ഗരുഡ പുരാണം. അതെ, ഇത് എന്റെ പേനയാണ്. ഇത് ഓ മൈ ഗോഡ്, ഇത് പേനയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മുറിയിലേക്ക് പോവാം. നമ്മുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നേരെ വരുന്നത് പൂജാമുറിയിലേക്കാണ്, അല്ലേ? ഓക്കെ, ഇവിടെയാണെങ്കിലും ആദ്യം തന്നെ ഗണപതിയുണ്ട്, ഫുൾ ഗണപതിയുണ്ട്. ഇത് ഫ്ലൂട്ട് വായിക്കുന്ന ഗണപതി ഇരുന്നോണ്ട്. പണ്ട് ഒരിക്കൽ ഒരു മദ്രാസിലോട്ട് കണ്ടിട്ട് വാങ്ങിയതാ. അന്ന് മുതൽ ഇതാണ് മെയിൻ വിഗ്രഹം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കൊടുങ്ങല്ലൂരത്തെ വാള്, ഞങ്ങളുടെ ഭഗവതിക്ക് വാള് തന്നെയാണ്. വാളാണ് ആ ഫോട്ടോ. ഈ ഗണപതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വരച്ചതാണ്. ഞാൻ പറയട്ടെ, ഒരു 30-35 വർഷമായിട്ടുണ്ടാവേ. പണ്ട് ഞാൻ ഇത് പഠിച്ചതാ, തഞ്ചാവൂർ പെയിന്റിങ്ങിന്റെ. അപ്പൊ വരച്ച് പഠിച്ചതാ. ഗോൾഡ് പേപ്പർ ഒക്കെയാണ് ഉപയോഗിക്കുക. ശരിക്കും അത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അല്ല, ആ പിക്ചർ നോക്കി എന്നെ പഠിപ്പിച്ചതാ ഒരു ടീച്ചർ. അങ്ങനെ ചെയ്തതാണ്. ചേച്ചി ശരിക്കും ഈ വരയ്ക്കുന്നതൊക്കെ എവിടെ നിന്നിട്ടാ? എന്റെ ബെഡ്റൂമിൽ നിലത്തിരുന്ന് തന്നെ വരയൊക്കെ. പക്ഷെ ഇപ്പൊ വരയ്ക്കലേ ഇല്ല കേട്ടോ. സത്യം പറയാൻ ആരും തെറ്റിദ്ധരിക്കുക, ഞാൻ ഒന്നും വരയ്ക്കാറില്ല. ഒരു പൂ പോലും വരയ്ക്കാൻ അറിയാൻ വയ്യാത്ത അവസ്ഥയായി. വരയ്ക്കാറായിട്ടൊന്നും ബ്രേക്ക് എടുത്തതാ? അതെ, ബ്രേക്ക് എടുത്തല്ലേ, സമയം കിട്ടാറില്ല. വര പോയി, ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് പോയി മനസ്സിലായി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും നല്ല നല്ല ഓർമ്മകൾ വെക്കാൻ വേണ്ടി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ആ ഒരു പിക്ചറിൽ ഒരു ഫോട്ടോയൂടി കാണാം. അതെന്താ അങ്ങനെ ഒരു ഫോട്ടോ? അതെല്ലാരും ചോദിക്കും അതെന്താന്ന്. അതെന്താന്നറിയോ? അത് ഗുളികനാ. ഗുളികന്റെ പിക്ചർ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. ഇതാണ് ഗുളികൻ സ്വാമി. അതൊരു സർപ്പമാണ്, സർപ്പത്തിന്റെ ഗുളികന. ആ ഗുളികനെ എന്തിനാ വെച്ചിരിക്കണെന്ന് അറിയാമോ? നമ്മളൊരു നല്ല കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വായിലൊന്നും തോന്നാതിരിക്കാൻ, എന്തെങ്കിലും പറയാനേ. നമുക്ക് ചിലരോട് സംസാരിക്കുമ്പോൾ വഴക്കാവും. അത് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ സംസാരിച്ച് വഴക്കായിപ്പോവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാമം ജപിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഈശ്വര, എനിക്ക് അങ്ങനെയൊന്നും തോന്നിക്കല്ലേ എന്ന് ഗുളികനോട് പറയുകയാണ്, നാവിൽ വരരുതേ എന്ന്. അപ്പം ആ ഗുളികന് കുറച്ച് പഞ്ചാര വെക്കും അവിടെ. എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകുള്ളൂ. മുമ്പിൽ തന്നെ ഒരു ചെറിയ ഒരു സ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ ഒന്നുള്ളു പഞ്ചസാര അങ്ങനെ
വെച്ചിട്ടേ പുറത്തേക്ക് പോകാവൂ. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൊടുക്കുന്ന ശീലം ഉണ്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ. ഓക്കെ. അപ്പം അങ്ങനെ വേറെ ആൾക്ക് വിഷമം വരണ്ട എൻ്റെ ഭാഗത്തുനിന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഇങ്ങനെ എത്ര നാളായി ചേച്ചി ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറേ കാലമായി, 10-20 കൊല്ലമായിട്ട് ഞാൻ ഈ ഗുളികനെ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഗുളികൻ്റെ പടം കിട്ടാനൊന്നുമില്ല. എന്നാലും അപ്പം എൻ്റെ മോള് ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ മോള് പറയും, അമ്മയ്ക്ക് ഞാൻ വലിയൊരു ഗുളികനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം അമ്മ എന്നും പ്രാർത്ഥിച്ചോളൂ എന്നോട് ഉടക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗുളികനെ വരച്ച് ഞാൻ അമ്മയ്ക്ക് തരും, അമ്മ വെച്ചോളൂ എന്ന് പറയും. ഓക്കെ. അപ്പൊ അതാണ് കേട്ടോ ആ ഒരു ഫോട്ടോ. അപ്പൊ ഇവിടുന്ന് പിന്നെ ഇനി ബാക്കിലേക്ക് പോയാൽ നമ്മുടെ ഹാൾ ഡൈനിങ് ഏരിയ ആണ് അല്ലേ?